കണ്ണൂർ പയ്യന്നൂരിൽ പ്രവാസിയുടെ വീട്ടിൽ വൻ കവർച്ച. 75 പവൻ സ്വർണ്ണമാണ് മോഷണം പോയത്. പെരുമ്പയിലെ CH സുഹറയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇന്നലെ രാത്രിയിൽ വീടിന്റെ താഴത്തെ നിലയിലാണ് മോഷണം നടന്നത്. അർജുൻ കല്യാട് നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ കല്യാട്, വീടിന്റെ താഴത്തെ നിലയിലാണോ ഈ സ്വർണ്ണമടക്കം സൂക്ഷിച്ചിരുന്നത്? കുടുംബാംഗങ്ങൾ അപ്പോൾ ഉണ്ടായിരുന്നോ വീടിനുള്ളിൽ? എന്തൊക്കെയാണ് ഈ മോഷണം സംബന്ധിച്ച് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, പയ്യന്നൂർ പെരുമ്പയിലെ CH സുഹറയുടെ വീട്ടിലാണ് ഇന്നലെ രാത്രിയിൽ കവർച്ച നടന്നത്. 75 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടമായത് ആയി പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. വീട്ടുകാരും ഇക്കാര്യം 75 പവൻ തന്നെയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന് പുറമെ പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതായത് CH സുഹറയുടെ ഇരുനില വീടിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു വീട്ടുടമസ്ഥരായിട്ടുള്ള സുഹറയുടെ മകന്റെ കുടുംബാംഗങ്ങൾ ഉറങ്ങിയിരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇന്നലെ രാത്രിയിൽ ഈ വീടിന്റെ താഴത്തെ നിലയിൽ ഇങ്ങനൊരു മോഷണം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വീട്ടുകാർ ഈ വാതിൽ, മുന്നിലത്തെ വാതിൽ കമ്പിപ്പാര കൊണ്ടും അതുപോലെ തന്നെ കത്തിയാൾ ഉപയോഗിച്ച്, അതായത് വെട്ടുകത്തിയൊക്കെ പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് വെട്ടി തുറന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. ഈ താഴത്തെ നിലയിൽ ഉണ്ടായിരുന്ന 2 കിടപ്പ് മുറികളുടെ ഷെൽഫുകളും കുത്തി തുറന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ഷെൽഫിലായിരുന്നു ഇത്തരത്തിൽ ആഭരണങ്ങളും പണവും എല്ലാം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ഒരു ബന്ധുവിന്റെ വിവാഹവും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള സ്വർണ്ണാഭരണങ്ങളാണ്, ഇത്രയും അളവിലുള്ള സ്വർണ്ണാഭരണങ്ങൾ. അങ്ങനെയാണ് ഈ വീട്ടിലേക്ക് എത്തിയതെന്നാണ് ഈ കുടുംബാംഗങ്ങൾ പറയുകയും ചെയ്തത്. എന്തായാലും പോലീസ് ഇപ്പോൾ ആ മേഖലയെല്ലാം തന്നെ പരിശോധന നടത്തുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘങ്ങൾ, ഫോറൻസിക് സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹറയുടെ ഭർത്താവ് അസുഖബാധിതനായതിനാൽ സുഹറ അതുപോലെ തന്നെ ഭർത്താവും പരിയാരത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ 2 മക്കളാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ സ്ഥലത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇവർ ഈ സംഭവം അറിഞ്ഞിരുന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. രാവിലെ ഉറക്കമുണർന്ന് നോക്കുമ്പോഴാണ് ഈ കാര്യം ഈ കുടുംബാംഗങ്ങൾ തന്നെ അറിയുകയും ചെയ്തിട്ടുള്ളത്. സുജയ.